വിജയന്റെ ഭരണമാണ് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത് എന്നാണ് പറയുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പിണറായിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. പിണറായിയുടെ ധാർഷ്ട്യമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതെന്നും പിണറായിയുടെ ശൈലി ശരിയല്ല എന്നും ജനങ്ങളോടുള്ള പെരുമാറ്റവും അത്ര നല്ല രീതിയിൽ ആയിരുന്നില്ല എന്നും വിമർശനം ഉയരുന്നുണ്ട്. ഇനി സംസ്ഥാന സർക്കാർ പ്രവർത്തനങ്ങളെ CPM നിയന്ത്രിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലുള്ള തെറ്റുതിരുത്തൽ മാർഗരേഖയിൽ ഇതിനുള്ള നിർദ്ദേശമുണ്ടാകും. ഭരണം ജനവിരുദ്ധമാകുന്നില്ലെന്ന് ഉറപ്പിക്കാൻ പ്രത്യേക സമിതിയും വന്നേക്കും. CPM സംസ്ഥാന സമിതിയിൽ ഉയർന്ന പിണറായി വിരുദ്ധ പരാമർശം പാർട്ടിയും ഞെട്ടിച്ചു. CPMൽ പിണറായിസം അധികകാലം ഉണ്ടാകില്ലെന്ന സൂചനയാണ് ഈ യോഗം നൽകുന്നത്. മാർഗരേഖ അന്തിമമാക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് വീണ്ടും ചേരും. സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ കൂടി പരിഗണിച്ചാണ് മാർഗരേഖ ഒരുക്കുക. 2 ദിവസമായി തുടരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ അംഗങ്ങളിൽ നിന്ന് രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത അവമതിപ്പുണ്ടാക്കി. പൊതു സമൂഹത്തിലെ ഇടപെടൽ നിലവിലെ ശൈലി തിരുത്തപ്പെടേണ്ടതാണെന്നും ചർച്ചയിൽ അംഗങ്ങൾ പറഞ്ഞു. ആരും മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചില്ല. ജനവിശ്വാസം തിരിച്ചുപിടിക്കാൻ അടിയന്തര ഇടപെടൽ വേണം. മുൻഗണനാക്രമം നിശ്ചയിച്ച വൻതോതിൽ ചോർച്ച ഉണ്ടായെന്ന് CPM സംസ്ഥാന സമിതി വിലയിരുത്തി. വിവിധ വിഷയങ്ങളിൽ തെറ്റുതിരുത്തൽ വേണ്ടിവരും. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും വിമർശനമുണ്ടായി. വിവാദ നായകന്മാരുമായുള്ള ബന്ധം ഒഴിവാക്കേണ്ടതായിരുന്നു. തിരഞ്ഞെടുപ്പിൽ ആയുധമായെന്നും വിമർശനമുയർന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാതായതും അടക്കമുള്ള ഭരണവീഴ്ചകൾ സാധാരണ ജനങ്ങളെ എതിരാക്കിയെന്നാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. മുഖ്യമന്ത്രിക്കെതിരെ കീഴ്ഘടകങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾ അവഗണിക്കരുതെന്ന നിർദ്ദേശവും സംസ്ഥാന സമിതിയിലുണ്ടായി. CPM നേതൃയോഗം ഇന്ന് അവസാനിക്കും. ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയും. വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് പറയുന്ന മുഖ്യമന്ത്രി ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞേക്കും. K രാധാകൃഷ്ണൻ രാജിവെച്ച സാഹചര്യത്തിൽ പുതിയ മന്ത്രിയെ നിശ്ചയിക്കുന്നതിലടക്കം വിശദമായ ചർച്ച പിന്നീട് നടക്കും. യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രാ വിവാദം മുതൽ മൈക്ക് വിവാദമടക്കം വിമർശന വിധേയമായി. വിദേശ യാത്രാ വിവാദം ഒഴിവാക്കേണ്ടതായിരുന്നു. അനവസരത്തിലെ യാത്ര അനാവശ്യ വിവാദത്തിന് ഇടയാക്കി. പൊതുസമൂഹത്തിലെ ഇടപെടലിൽ നിലവിലെ ശൈലി തിരുത്തപ്പെടേണ്ടതാണെന്നും സമിതിയിൽ നിർദ്ദേശം വന്നു. KK ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ശൈലജയെ ഒതുക്കാനാണ് വടകരയിൽ മത്സരിപ്പിച്ചത്. ഇതടക്കമുള്ള പരോക്ഷ വിമർശനവും സമിതിയിൽ ഉയർന്നിരുന്നു. മേയർ സച്ചിൻ ദേവ് വിവാദത്തിൽ കടുത്ത വിമർശനമാണ് സമിതിയിൽ ഉയർന്നത്. വിവാദം പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതിനെ പിന്തുണയ്ക്കരുതായിരുന്നു എന്ന് വിമർശനം ഉയർന്നിരുന്നു.